ഇടമലയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ സഹകരണ ഐക്യ മുന്നണിയുടെ 11 സ്ഥാനാർത്ഥികളായിരുന്നു മത്സരിച്ചിരുന്നത്. അതിൽ 8 പേരെ വിജയിപ്പിക്കുവാൻ ഇടമലയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ സഹകാരികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഞങ്ങൾ 3 മുന്നണികളോട് ആണ് ഞങ്ങൾ മത്സരിച്ചത്. കോൺഗ്രസിനോടും അതോടൊപ്പം തന്നെ CPM LDF-നോടും BJP-യോടും ഒപ്പം ഞങ്ങൾ മത്സരിച്ചുകൊണ്ടാണ് ഐക്യ മുന്നണി എന്ന നിലയിൽ, സഹകരണ ഐക്യ മുന്നണി എന്ന നിലയിൽ ഇടമലയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ 4 പഞ്ചായത്ത് മെമ്പർമാരും കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റുമാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും അടങ്ങുന്ന ഒരു ശക്തമായ പാനൽ ഈ പ്രദേശത്ത് അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പോലും ഞങ്ങളെയൊക്കെ അധിക്ഷേപിക്കുവാനും ആക്ഷേപിക്കുവാനും പല കോണുകളിൽ നിന്നും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അവയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ ഇടമലയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ സഹകാരികൾ ഐക്യ സഹകരണ മുന്നണിയുടെ 8 ആളുകളെ വിജയിപ്പിച്ച് ഈ ബാങ്കിന്റെ ഭരണസാരഥ്യം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇടമലയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ എന്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തും എന്നുള്ളതിനെ കുറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വാഗ്ദാനം നൽകിയിരുന്നു. ആ വാഗ്ദാനങ്ങൾ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് ഇവിടുത്തെ സഹകാരികൾക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പരിഹരിച്ചുകൊണ്ട്, അവരുടെ പ്രയാസങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇവിടുത്തെ സഹകാരികളെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക്, പഴയകാല പ്രതാപത്തിലേക്ക് ഈ ഇടമലയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിനെ കൊണ്ടുവരുവാൻ ഈ 8 സമിതിക്ക് നേതൃത്വം നൽകുന്ന ഐക്യ മുന്നണിക്ക് കഴിയും എന്നുള്ളതാണ്. ഐക്യ മുന്നണി പ്രവർത്തകർക്ക് വേണ്ടി അഹോരാത്രം പണിപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ബൂത്ത് തലങ്ങളുടെ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ, ഞങ്ങളുടെ വാർഡ് കമ്മിറ്റികളുടെ ആളുകൾ, മണ്ഡലം തലങ്ങളിൽ പ്രവർത്തിച്ച ആളുകൾ, ഇതിന് നേതൃത്വം നൽകിയ ആളുകൾ, ശ്രീ ആയൂർ ബിജു അടക്കമുള്ള ആളുകൾ ഇതിന് നേതൃത്വം നൽകിയ ആളുകളാണ്. എല്ലാവരെയും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ സർവീസ് സഹകരണ ബാങ്കിലെ മുഴുവൻ വോട്ടർമാർ, അവരെ എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. ഞങ്ങൾക്ക് രാവിലെ മുതൽ വോട്ടർമാരെ ഇവിടെ എത്തിക്കുവാൻ ഞങ്ങൾക്ക് വാഹനങ്ങൾ ക്രമീകരിച്ച ഡ്രൈവേഴ്സ് ഉണ്ട്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിന് സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇവിടുത്തെ സഹകാരികളുണ്ട്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും ആളുകളുണ്ട്. ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും ഞങ്ങൾക്ക് എതിർപ്പില്ല. കാര്യം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആരോടും മറ്റ് എതിർപ്പുകളോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ആദ്യ അവസാനം മാധ്യമ സുഹൃത്തുക്കൾ നല്ല ഒരു പ്രചോദനമായി ഈ നാട്ടിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇവിടുത്തെ വാർത്തകൾ കൃത്യമായി നിങ്ങൾ ജനങ്ങളിൽ എത്തിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക് സഹകരണ ഐക്യമുന്നണിയുടെ പേരിലുള്ള പ്രത്യേകമായ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധമായ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ റംലി എസ് റാവുത്തർ ഇതിന് നേതൃത്വം നൽകിയ ആളാണ്. അദ്ദേഹം പരാജയപ്പെട്ടു എങ്കിൽ പോലും അദ്ദേഹം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ കുടുംബാംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിജയമാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഗംഭീര വിജയമായി ഞങ്ങൾ കാണുന്നു. ഈ സർവീസ് സഹകരണ ബാങ്കിലെ കണ്ണിനെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു.